സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതഹസ്ത്രേണ നിർപ്പാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ പ്രഹ്ലാദ ചരിതമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അവിടെ പറഞ്ഞു, പരിക്ഷുണ്ടൻ നിന്ദ്രാദഹര ദിവന്ത്വാമഗണയൻ. ആരാലും എങ്ങനെയെങ്കിലും ഒരു സമയത്തും വധിക്കപ്പെടില്ല. സമയം, കാലം, സ്ഥലം, കർത്താവ് ഇതിനെയൊക്കെ അതിക്രമിച്ചിട്ട് വരം ചോദിച്ചത്. ആരാലും കൊല്ലപ്പെടരുത്, എവിടെ വെച്ചും കൊല്ലപ്പെടരുത്, എപ്പോഴും കൊല്ലപ്പെടരുത്. ഇനിയിപ്പോൾ എങ്ങനെ മരിക്കും എന്ന് ചിന്തിച്ച് എന്ത് ചെയ്തു? ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് സ്വർഗലോകം കീഴ്പ്പെടുത്തി. ഇന്ദ്രനെ മാത്രമല്ല, വരുണനെ വെല്ലുവിളിച്ചു, പരമേശ്വരനെ വെല്ലുവിളിച്ചു, ശിവനെ, എല്ലാവരെയും, ബ്രഹ്മാവിനെ വെല്ലുവിളിച്ചു. തോന്നിയ പോലെ സൃഷ്ടി പറ്റില്ല, അസുരന്മാരെ തെറ്റിച്ചോളൂ, ഓർഡറിന് കാക്കണ്ട. ഇനി മറ്റേ ദേവന്മാരെ ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നവരെ സൃഷ്ടിക്കേണ്ട. ദേവന്മാരെ എങ്ങനെ വേണമെങ്കിലും സംഹരിച്ചോളൂ, എന്നെ കാക്കണ്ട ഓർഡറിന്. പക്ഷേ അസുരന്മാരെ ഇനി സംഹരിക്കരുത്. ശിവനാജ്ഞ കൊടുത്തു. വരുണനോട്, വായുവിനോട്, അഗ്നിയോട്, ഭൂമിയോട്, പഞ്ചഭൂതങ്ങളെ മുഴുവനും തൻ്റെ നിയന്ത്രണത്തിലാക്കി ഹിരണ്യകശിപു. അതിഗംഭീരമായിട്ട് ഉള്ള ഒരു ഭരണം അസഖ്യമായി എന്ന് പറയുകയാണ്. വേദം പഠിക്കേണ്ട, ദാനം വേണ്ട, ഹോമം വേണ്ട, സൽക്കർമ്മങ്ങൾ വേണ്ട, ബ്രാഹ്മണരെ ദ്രോഹിക്കാം. ഇപ്രകാരത്തിൽ അസഖ്യമായ ഭരണം. നിഹംതംബൂയത്തവപദമാപ്തർത്തജരിബോർബഹിർദൃഷ്ടേരന്തർദിത ഹൃദയേ സൂക്ഷ്മബഭുഷ നദൻ ഉച്ചേ തത്ര പകിലഭുവനാം തേജമൃഗൻ വ്യായാദം മത്വാ സകലു ജിതകാശീനിപവൃതേ. ഭഗവാൻ അറിയാം ഇവൻ തന്നെ അന്വേഷിച്ച് വരും. അപ്പോൾ വേഗം എവിടേക്ക് വിളിച്ചു? അവൻ്റെ ഉള്ളിലേക്ക് എന്നെ വിളിച്ചു. അവിടെ നോക്കില്ല എന്ന് നല്ലോണം അറിയാം. തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഈശ്വരനെ കാണാൻ ആത്മജ്ഞാനികളും ഭക്തന്മാരൊക്കെ ഉള്ളൂ ആ ഏർപ്പാടേ. മറ്റുള്ളവരൊക്കെ പുറത്തേക്കല്ലേ നോക്കുക. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? അവൻ്റെ ഉള്ളിലാണ് വിളിച്ചു. അവിടെ മാത്രം ഇവൻ നോക്കില്ല എന്ന് നല്ലോണം അറിയാം. നിഹന്തം ത്വാം, അങ്ങയെ വധിക്കാനായിക്കൊണ്ട്, തവപദ അമാപ്തസ്യ, അങ്ങയുടെ പദമായ വൈകുണ്ഠത്തിലെത്തി. അപ്പം എന്തു ചെയ്തു? റിബോർ ബഹിർ ദൃഷ്ടയർ, റിബു ശത്രുവായിട്ടുള്ള ഹിരണ്യൻ്റെ മനസ്സിൽ ഒളിച്ചു. അവിടെ അവൻ നോക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ബഹിർ ദൃഷ്ടേരന്തർദതിത ഹൃദയേ, ആ ഹൃദയത്തിൽ അന്തർദാനം ചെയ്തു. എങ്ങനെ? സൂക്ഷ്മവപുഷ, ചെറിയൊരു ശരീരം സ്വീകരിച്ച് ഭഗവാൻ ഇവൻ്റെ ഉള്ളിലേക്ക് അന്തർദാനം ചെയ്തു. പിന്നുണ്ടോ? നോക്കിയാൽ കാണുന്നു. ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തലത്താണ് ഭഗവാൻ ഒളിച്ചത്. എവിടെയത്? തൻ്റെ ഉള്ളിൽ തന്നെ. ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ ഹിരണ്യകശിപു നോക്കില്ല, നല്ലോണം അറിയാം. ബൻ ബാക്കി ദിക്കിലൊക്കെ തിരഞ്ഞ് വിഷ്ണുവിനെ കാണാത്തപ്പോൾ എന്ത് ചിന്തിച്ചു? തന്നെ പേടിച്ചിട്ടാണ് രഹസ്യമായ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നത്. നതന്നുച്ചേ തത്ര പകിലഭുവനാം ദേശ മൃഗയൻ. മൃഗയൻ എന്ന് പറഞ്ഞാൽ തിരഞ്ഞിട്ട്, എല്ലാ ദിക്കിലും തിരഞ്ഞ് കാണാതെ. ഉച്ചൈസ്തത്രാപ്യകില, അഖില ഭുവനാന്തേ, എല്ലാ ലോകങ്ങളിലും 14 ലോകങ്ങളിലും വൻ അന്വേഷിച്ചു. വേണ്ടാത്തതിനൊക്കെ നല്ല ഉത്സാഹവും ചിലർക്ക്, വേണ്ടതിന് ഈ ഉത്സാഹം കാണിച്ചാൽ അത്ര നന്ന. ഏതായാലും ഉറക്കെ എന്തു ചെയ്തു? ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ജിതകാശി, താൻ ജയിച്ചിരിക്കണു, വിഷ്ണുവിനെ തോൽപ്പിച്ചു. വിഷ്ണുവിന് പേടിയാണ്, പുറത്തേക്ക് വരാനുള്ള ധൈര്യം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഒളിച്ചിരിക്കണം. ആരാ ഒളിച്ചിരിക്കുക? ഭയന്നോര്. ജിതകാശി, താൻ വിജയിച്ചു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഉച്ചൈ നദൻ തത്രാപി, ഉറക്കെ ഗർജിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ വിഷ്ണുവിനെ ജയിച്ചിരിക്കുന്നു. എന്നെ നേരിടാൻ കഴിവില്ലാതെ വിഷ്ണു പേടിച്ചൊളിച്ചിരിക്കുന്നു എന്ന് ഉച്ചൈ നദൻ ഉറക്കെയുള്ള ശബ്ദത്തിൽ അലറി പ്രഖ്യാപിച്ചു. വിഷ്ണുവിന് എന്നെ നേരിടാൻ ധൈര്യമില്ല, ഭീരുവാണ്. അതാണ് നദൻ ഉച്ചൈ തത്ര അഖിലഭുവനാന്തേശ മൃഗയൻ, എല്ലാ ലോകങ്ങളിലും തെരഞ്ഞു. വ്യായാതം മത്വ, പേടിച്ചൊളിച്ചതായി ചിന്തിച്ച്.
സകലു ജിതകാശീ നിവവൃതേ, ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. പേടിച്ചോടി വിഷ്ണു. നിഹന്തും ത്വാം ഭൂയർത്തവ പദമവാപ്തസ്ഥജരിബോർ പ്രകീർത്തിട്ടേരന്തർദരിതഹൃദയേ സൂക്ഷ്മവപുഷാ, ഹൃദയത്തിൽ സൂക്ഷ്മരൂപത്തോടുകൂടി ഒളിച്ചു ഭഗവാൻ. വിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടി സർവ്വദിക്കിലും തെരഞ്ഞിട്ട് കാണാതെ കണ്ട്. നദന്നുച്ചൈത്തത്രാപ്യകില ഭുവനാം ദേശമൃഗേൻ, എല്ലാ ലോകങ്ങളിലും അന്വേഷിച്ച് ഉറക്കെ പ്രഖ്യാപിച്ചു വിഷ്ണു തന്നെ പേടിച്ചൊളിച്ചിരിക്കുന്നു, താൻ ജയിച്ചിരിക്കുന്നു. ഭിയായാതം മത്വാ സകലു ജിതകാശീ നിവവൃതേ, ജയിച്ചവനായി പ്രഖ്യാപിച്ചു. തതോസ്യ പ്രഹ്ലാദസമജനിസുതോ ഗർഭവസതോ മുനേർ വീണാപാണേർ അധികത ഭവത് ഭക്തിമഹിമാ സവേ ജാത്യാ ദൈത്യശിശിരഭി സമേത്യ ത്വയി രതിംഗതത്വഭക്താനാം വരദ പരമോദാഹരണതാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4 മക്കൾ ഹിരണ്യകശിപുവിനുണ്ടായി. ഹ്ലാദൻ, സംഹ്ലാദൻ, അനുഹ്ലാദൻ, പ്രഹ്ലാദൻ. ഇത് ബാക്കി 3 പുത്രന്മാർ അസുരന്മാരുടെ സ്വഭാവക്കാരായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, അവർക്ക് വേണ്ട ഗുണങ്ങളും ദോഷങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രഹ്ലാദൻ അങ്ങനെ. തതോസ്യ പ്രഹ്ലാദ സമജനി, 4ാമത്തെ പുത്രൻ വയ്ക്കുന്ന പ്രഹ്ലാദ കയാദൂലുണ്ടായതാണ്. വളരെയധികം ഭക്തോദ്ഭക്താനാം വരദ പരമോദാഹരണതാം, ഭക്തന്മാർക്ക് പരമുദാഹരണനായിട്ട് തീർന്നു. എങ്ങനെ? അതാണ് ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ പറഞ്ഞത്. മുനേർ വീണാപാണേർ അധികത ഭവത് ഭക്തിമഹിമ. ഒരു വലിയ അധ്യായം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ആത്മതത്വം ഭഗവത് ഭക്തി ഉപദേശിച്ചപ്പോൾ, പ്രഹ്ലാദ നിനക്ക് എങ്ങനെ ഇപ്പോൾ ഈ അറിവൊക്കെ ഉണ്ടായേ? ഇവിടെ ഇതാരും പഠിപ്പിക്കില്ലല്ലോ, ഈ സ്കൂള് പഠിപ്പിക്കുമോ? വിഷ്ണുവിൻ്റെ വിദ്യാലയത്തിൽ ഇതൊന്നും പഠിപ്പിക്കില്ല. അപ്പോൾ പറയുന്നതായിട്ടാണ് ഭാഗവതത്തിൽ ഒരു അധ്യായം മുഴുവൻ. ഈ ഹിരണ്യകശിപു തപസ്സിന് പോയി എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് നാരദൻ വന്നിട്ട് എൻ്റെ അമ്മയെ ഉപദേശിച്ചു നല്ല കാര്യങ്ങളൊക്കെ. ഞാൻ ഗർഭസ്ഥിതനായിരുന്നു കൊണ്ട് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി. അതാണ് മുനേർ വീണാപാണേർ അധികത ഭവത് ഭക്തിമഹിമ. അങ്ങയുടെ ഭക്തിയുടെ ആ ഒരു മാഹാത്മ്യം അമ്മയോട് നാരദൻ പറഞ്ഞു കൊടുത്തത് കേട്ടു. അങ്ങനെയാണ് പ്രഹ്ലാദൻ ഭക്തനായത്. സവേ ജാത്യ, ഇത് ഗർഭത്തിൽ കിടന്നിട്ടാണ് കേട്ടത്, ജനിക്കണതിൻ്റെ മുമ്പ് കേട്ടിരിക്കണു. അപ്പോൾ എങ്ങനത്തെ കുട്ടിയാണ് ജനിക്കുക? അതിന് അനുസരിച്ചിട്ടുള്ള കുട്ടി ജനിക്കണമല്ലോ. ഗർഭകാലത്ത് ആ സ്ത്രീകൾ ഏത് നിലയ്ക്കാണ് കഴിയണത്, അങ്ങനത്തെ ആൾക്കാരാവും ജനിക്കുന്നത് എന്നാണ്. സവേ ജാത്യ ദൈത്യ ശിശിരപി സമേത്യത്വൈരതിം ഗതത്വഭക്താനാം വരദ പരമോദാഹരണതാം. ഒരുപാട് ഉപദേശിച്ചു. ഭഗവാന്റെ പ്രസാദത്തിന് പക്ഷിയാണോ നീചനാണോ സ്ത്രീയാണോ ഇതൊന്നും കുട്ടികളെ വിഷയമല്ല കേട്ടോ, ഭക്തി മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് എന്ന് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്തു എന്നും, അതുപോലെ തപസ്സോ വിദ്യയോ ദാനമോ ഇതൊന്നുമല്ല നോക്കേണ്ടതെന്നും ഭക്തിയാണ് വേണ്ടതെന്നും. അങ്ങനെ എത്ര അസുരന്മാർ, എത്ര ജഡായു മുതലായിട്ടുള്ള പക്ഷികൾ, ശബരി മുതലായിട്ടുള്ള നീച സ്ത്രീകൾ, ജനനം കൊണ്ട് താഴ്ന്നവർ, ബാക്കിയൊന്നും കൊണ്ടും താഴ്ന്നവരല്ല, അവരെല്ലാം ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നാരായണൻ എല്ലാ പറഞ്ഞവനാണ്. സ്വർണം കൊണ്ട് എപ്രകാരം വള, കടകം, മറ്റ് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഉരുക്കിയാൽ സ്വർണം തന്നെ ആയിത്തീരുന്നുവോ, അതുപോലെ ഈ ജഗത്ത് മുഴുവൻ നാരായണമയമാണ് കുട്ടികളെ. സൃഷ്ടികാലത്ത് ഈ ഭഗവാൻ ഇതൊക്കെ സൃഷ്ടിക്കണു, ലയം വരുമ്പോഴോ ഇതൊക്കെ വീട് ഈശ്വരനായിട്ട് മാറണു, അല്ലാണ്ട് ഇതൊന്നും കാണപ്പെടില്ല എന്നുള്ള പരമമായിരിക്കുന്ന തത്വങ്ങൾ എല്ലാം ഒരു അധ്യായത്തിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. ഭാഗവതത്തിൽ നാരദൻ എന്തെല്ലാമാണ് പറഞ്ഞു കൊടുത്തത്. ആ സമയത്ത് അമ്മ 2 വരം ചോദിച്ചു എന്നാണ്. ഒന്ന്, അച്ഛൻ തപസ് കഴിഞ്ഞ് വരണവരേക്ക് ഞാൻ പ്രസവിക്കരുത്, അച്ഛൻ വന്നിട്ടേ പ്രസവിക്കാവൂ, അതുവരേക്ക് ആ ഗർഭസ്ഥ ശിശുവിന് ഒരു ദോഷം ഉണ്ടാവരുത്. ഈ 2 വരം നാരദ മഹർഷി അനുഗ്രഹിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ ഈ ഉപദേശങ്ങളൊക്കെ എന്തേ ഉൾക്കൊള്ളാഞ്ഞ്? സ്ത്രീ സഹജമായിട്ട് അതിങ്ങനെ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ട് കേൾക്കാൻ ആർക്കാ പറ്റിയത് ചോദിച്ചാൽ എനിക്കാണ്. കാരണം എൻ്റെ ശ്രദ്ധ എവിടേക്കും പോവില്ലല്ലോ. ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ ഏറ്റവും ഏകാഗ്രത ഉണ്ടാവുന്ന. പണ്ടൊക്കെ കുട്ടിയെ സ്കാൻ ചെയ്ത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് കണ്ടുപിടിക്കലല്ല പ്രാധാന്യം കൊടുത്തിരുന്നത്. ഏത് കുട്ടിയായാലും അത് നന്നാവണം, അതാണ് പണ്ട് പ്രാധാന്യം.
അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് കണ്ടുപിടിക്കലൊക്കെ ഇന്നത്തെ ഒരു രീതിയാണ്. അത് വേണമെച്ചാൽ പണ്ടും സാധിച്ചിരുന്നു. സ്കാൻ ചെയ്തിട്ടാവില്ല, വേറെ വിധത്തിലാവും. പക്ഷേ അതിന് പ്രാധാന്യമില്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്തുണ്ടാവണം? ഭക്തി ഉണ്ടാവണം, നല്ല ഗുണങ്ങളുടെ വിളനിലമാവണം എന്നാണ് പണ്ട് പ്രാധാന്യം കൊടുത്തത്. ആ ഗർഭത്തെ ശിശുവിന് നമ്മൾ ഏത് അന്തരീക്ഷവും സാഹചര്യവും ഗർഭിണിക്ക് കൊടുക്കുമോ അതുപോലെയാവും ജനിക്കാൻ. ഇതൊക്കെ പലതരത്തിൽ റിസർച്ച് നടത്തി ജർമ്മനി മുതലായിട്ട് രാജ്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഗർഭിണിയെ വ്യത്യസ്ത അന്തരീക്ഷങ്ങളിൽ ആക്കിയിട്ട് അവർ പ്രസവിച്ചിട്ടുള്ള കുട്ടി എങ്ങനെയെന്ന് ചോദിച്ചാൽ നല്ല അന്തരീക്ഷത്തിലായിട്ടുള്ള കുട്ടി ഗുണങ്ങളുടെ വിളനിലമായിട്ടും, തിരിച്ചാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളോടുകൂടിയും ഉള്ള ജനനം പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടെന്നത്തെ ആൾക്കാർ എന്ന് പറയണം. അപ്പോൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, പണ്ടൊക്കെ അല്ലാതെ തന്നെ അറിഞ്ഞിരുന്നു നിരീക്ഷണ പരീക്ഷണങ്ങളിൽ കൂടിയിട്ട്. നിഹംതാം ഭൂയസ്തവപദമവാപ്തസ്ഥരിപോർ ബഹിർദട്ടേരന്തർദരിതഹൃദയേ സൂക്ഷ്മവപുഷ നതന്നുച്ചേ തത്ര അഖിലഭുവനാം ദേശമൃഗയൻ വ്യായാതം മത്വാ സകലുജിതകാശീ നിവവൃതേ തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസദോ മുനേർ വീണാപാണേർ അധികതവ ഭക്തിമഹിമാ സവേജാത്യ ദൈത്യ ശിശിരപി സമേത്യ ത്വൈരദിംഗതത്വഭക്താനാം ഭരതപരമോദാഹരണതാം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.